ജർമ്മനിയിൽ 1216 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. അവിടെ ഒരു ഗ്രാമത്തിൽ 2 ധനികർ വർഷങ്ങളായി ധാന്യം പൊടിക്കുന്ന മില്ല് നടത്തിപ്പോന്നു. രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നെങ്കിലും അവർ അസമത്വത്തിലാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം അതിലൊരാൾ അടുത്തയാളെ അപമാനിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഉൾക്കൊള്ളാതെ മോഷ്ടിച്ചെടുത്ത് അടുത്തുള്ളയാളുടെ മില്ലിൻ്റെ ഉള്ളിൽ ഒളിച്ചുവെച്ചു. മില്ലുടമയാകട്ടെ അതറിഞ്ഞതുമില്ല. ആ വർഷം വിശുദ്ധ ഗ്രിഗറിയുടെ തിരുനാൾ ദിനത്തിൽ ആ തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. തിരുരക്തം മില്ലിൻ്റെ തറ വരെ ഒഴുകി. അപ്പോഴാണ് മില്ലുടമ സംഭവം അറിയുന്നത്. തുടർന്ന് ജനങ്ങളും സഭാധികാരികളും ഇതറിഞ്ഞു. അവരെല്ലാവരും തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകുന്നതിന് സാക്ഷികളായി. തുടർന്ന് ആ അത്ഭുത തിരുവോസ്തി മില്ലിൽ നിന്നെടുത്ത് വിശുദ്ധ മാർട്ടിൻ്റെ പള്ളിയിൽ സ്ഥാപിച്ചു. വലിയ പ്രദക്ഷിണമായിട്ടാണ് ഈ അത്ഭുത തിരുവോസ്തി വിശുദ്ധ മാർട്ടിൻ്റെ പള്ളിയിലേക്ക് കൊണ്ടുപോയത്. തിരുവോസ്തി മില്ലിൽ നിന്ന് എടുത്തയുടൻ തിരുരക്തമൊഴുകുന്നത് നിലയ്ക്കുകയും തിരുവോസ്തി സാധാരണ തിരുവോസ്തിയായി കാണപ്പെടുകയും ചെയ്തു. ഒപ്പം തിരുരക്തമൊഴുകിയ സ്ഥലം സാധാരണ നിലയിൽ കാണപ്പെടുകയും ചെയ്തു. തിരുവോസ്തി മില്ലിൽ ഒളിച്ചു വെച്ചയാൾ തൻ്റെ തെറ്റിനെയോർത്ത് പശ്ചാത്തപിച്ചു. ഈ അത്ഭുതം നടന്ന മില്ല് പിന്നീട് ഒരു കപ്പേളയാക്കി മാറ്റി. നമുക്ക് പ്രാർത്ഥിക്കാം. സുഹൃത്തിനെ അപമാനിക്കുവാൻ തിരുവോസ്തി ഉപയോഗിച്ച വ്യക്തിയെ മാനസാന്തരത്തിലേക്കും അതുവഴി അനേകായിരങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിലേക്കും നയിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, മറ്റുള്ളവരുടെ നന്മയ്ക്കും വിശുദ്ധീകരണത്തിനുമായി കൂടെ കൂടെ ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.